ഹായ്, ഞാനിന്നൊരു ചിക്കൻ കറിയുടെ ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാനിന്ന് ഒരു ചെറിയ രീതിയിലുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിൽ ഇച്ചിരി ചേരുവകൾ ചേർക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട്. അതാണ് വെറൈറ്റി ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത്. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി കാണിക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സവാള, പച്ചമുളക്, കാഷ്നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ലാസ്റ്റ് ഇതാക്കാനാണ്. പിന്നെ രമ്പയില, മല്ലിയില, ബാക്കി മസാലകൾ ഞാൻ ഇടുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ലേശം എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതിനകത്ത് 2 സവാള എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്. നമുക്ക് ആദ്യം ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം, സവാളയും പച്ചമുളകും. നമുക്കൊന്ന് ചൂടാക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കിതിനകത്ത് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് വാടട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, ഇതൊന്ന് തണുക്കട്ടെ. നമ്മൾ സവാള അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഒരു ലീഫ്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. രണ്ട് തക്കാളി നമ്മളിതിലേക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 ടൊമാറ്റോ ഒഴിച്ചു. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. വെള്ളമൊക്കെ ഒന്നായിട്ട് ചിക്കൻ എടുക്കാം. നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനൊന്ന് വെള്ളം പറ്റട്ടെ.
നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. 1 സ്പൂൺ ഉപ്പ്, ആഡ് ചെയ്ത് നമുക്ക് നല്ല മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ പിടിക്കും. അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ സവാള വാട്ടി വെച്ച് കാഷ്നട്ടും ഇല്ലേ അരച്ച് നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചിട്ടേക്കാവേ. അടച്ചിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. 5 മിനിറ്റ് കിടക്കട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി, എരിവുള്ളതാണ്. കാശ്മീരി ചില്ലി 1 സ്പൂൺ, ഒരു സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒന്ന് കുരുമുളക് ആഡ് ചെയ്യാം. ഒരു 2 സ്പൂൺ. നമുക്കൊന്ന് ചിക്കൻ മസാല ഒന്ന് 1/2 സ്പൂൺ ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് 2 ചേരുവ കൂടെ ഉണ്ട്. ബട്ടറും ഉണ്ട്, പിന്നെ കോക്കനട്ട് തേങ്ങാപ്പാലുണ്ട്, അതും ഒഴിക്കണം. ഒന്ന് മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം. ഒരു ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ലേശം മല്ലിയില, ഒരു എമ്പയില, ഇതിലേക്ക് ഉപ്പ് നോക്കും. ഉപ്പ് ഒരു ശകലം കൂടെ വേണം. ഓക്കെ, ഒരു ശകലം കൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ചിക്കനിലൊക്കെ ഉപ്പ് ഇറങ്ങണം. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ മസാല ഇട്ടിട്ട് ഇളക്കിയിട്ട് നോക്കിയത്. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചിട്ടേക്കാം. പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ,
നല്ല വെള്ളമൊക്കെ വറ്റി നല്ല മൂത്തിട്ടുണ്ട്. പച്ച ചുവയൊക്കെ മാറി നല്ല മണം എടുക്കുക കേട്ടോ. നല്ല അടിപൊളി മണമാണ്. ഇത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും നിങ്ങൾക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് ഇനി നമുക്കിതിൽ കോക്കനട്ട് പാലൊന്ന് ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ കേട്ടോ. തേങ്ങാപ്പാലൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ല മണമാണ്. നമുക്കിതിന് ചിക്കൻ വേവേണ്ട സമയം കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് മതി. ചിക്കൻ വേണ്ടിയിട്ടുണ്ടേ, നമുക്കൊന്ന് നോക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തായിരുന്നു കേട്ടോ, ചിക്കൻ വേകാനായിട്ട്. വേവിച്ച് വന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്ന് കറി മസാലപ്പൊടി, മസാലക്കൂട്ട് ഒന്ന് ആഡ് ചെയ്യാം. അപ്പം തന്നെ നല്ല മണമാണ്. ഇത് വറുത്ത് പൊടിച്ചതാണ്, വീട്ടിൽ ഫ്രഷായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. നമുക്കിതിലേക്കിനി നമുക്കൊന്ന് ബട്ടറൊന്ന് ആഡ് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ബട്ടറൊന്ന് ആഡ് ചെയ്യാം. ബട്ടറൊന്ന് ആഡ് ചെയ്യാം. ഒന്ന് ഉരുകി വരട്ടെ. ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയതാണ്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നൊന്ന് വാടട്ടെ പച്ചമുളക്. ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പച്ചമുളകിൻ്റെ. നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാകും. ആ ബട്ടറും അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, കുറച്ച് ചിക്കനും ചോറ്. ഹായ്, അടിപൊളി ടേസ്റ്റ്. എൻ്റെ പൊന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. ഗ്രേവിയൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാം. കാഷ്നട്ടിൻ്റെയും ആ ബട്ടറിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ഫ്ലേവർ എടുക്കും. നല്ല മണമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊക്കെ വല്ല ഫങ്ഷൻ വരുമ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. ആൾക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ വീട്ടിൽ ഫങ്ഷൻ വരില്ലേ, ആ സമയത്ത് നിങ്ങൾ
ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാനിനി അടുത്തൊരു നല്ലൊരു ഡിഷുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.